അത്യന്തം സുരക്ഷിതരായിരിക്കും. ഈ അല്പം ഉഴപ്പിയാലോ അധ്യാപകർ രണ്ട് തല്ല് തല്ലിയാലോ ഒക്കെയുള്ള സാഹചര്യങ്ങളിൽ വെച്ച് ആ കുട്ടി അവിടെ പഠിക്കുന്ന സമയം, അവിടെയുള്ള സമയം അവൻ പൂർണ്ണ സുരക്ഷിതനായിരിക്കും ഒരു വിശ്വാസത്തിലയച്ച രക്ഷിതാക്കൾ. എല്ലാ രക്ഷിതാക്കളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അയച്ച രക്ഷിതാക്കൾക്ക് ഒടുവിൽ അറിയുന്നത്, ആ അമ്മ അറിയുന്നത് സ്വന്തം മകൻ ആ ശൈലിയിൽ വെച്ച് തന്നെ മരണപ്പെട്ടു എന്നതാണ്. അവൻ വലിയ പ്രതീക്ഷയോടെ ഇന്ത്യയിൽ ചേരണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളോടെ ആ പോയ സ്കൂളിൽ തന്നെ അവിടുത്തെ ഒരു സംവിധാനത്തിന്റെ പോരായ്മ കൊണ്ട് ഒരു വീഴ്ച കണ്ട് അതുകൊണ്ട് ജീവൻ നഷ്ടമായതാണ് ഇതിനെന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഇനി അധികൃതരുടെ നിലപാടുകൾ ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. ഇത് തങ്ങളുടെ സ്കൂളെന്ന് പറഞ്ഞവർ, ഇത് തങ്ങൾക്കൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞവർ, പിന്നീട് വീഴ്ചകൾ തുടർന്ന് സമ്മതിച്ചവർ, ആദ്യം മറ്റു വകുപ്പുകളുടെ മുന്നിൽ വീഴ്ചകൾ തള്ളിയിട്ടവർ, അങ്ങനെ ഒരുപാട് നിലപാട് മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്താണ് സംഭവിച്ചത് ഒരു യാഥാർത്ഥ്യം ബോധ്യമായതോടുകൂടി ഒടുവിൽ തെറ്റ് സംബന്ധിച്ച് മാപ്പ് പറയേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയിലേക്ക് പോയതുണ്ട്. ഇനി അതിന്റെ കണക്കെടുപ്പുകൾ ഈ ദിവസത്തിൽ നടക്കുന്നില്ല. പക്ഷെ അതിന്റെ മറുപടികൾ എന്തായാലും വരും ദിവസങ്ങളിൽ ലഭ്യമാകുക തന്നെ വേണം. ഒരു പ്രിൻസിപ്പളെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം ഇത് വിഷയമാണോ ഇതിന്റെ ചോദ്യം ഇപ്പോൾ തന്നെ പലരും ഉന്നയിച്ചിട്ടുണ്ട്. നമ്മളോട് സംസാരിച്ച നാട്ടുകാരെ പറയുന്നതാണ് വീഴ്ച വൻ പാർക്കാണ്, അവർക്കെതിരെ എന്തുകൊണ്ട് കർശനമായ നടപടി ഉണ്ടാകുന്നില്ല, ഏതെങ്കിലും 9 വർഷമായ ഒരു കെട്ടിടം ഒരു അനധികൃതമായി നിർമ്മിച്ച ഒരു നിർമ്മിതി അവിടെ ഉണ്ടായിട്ട് അത് തിരിഞ്ഞു നോക്കാൻ കഴിയാതിരുന്നു. അത് ഒപ്പം അതിന്റെ പുറത്തുകൂടി കിടക്കുന്ന ഇത്രയും പവറുള്ള വൈദ്യുതി ലൈൻ ഉണ്ട് എന്നുള്ള സംഭവങ്ങൾ അതിന്റെ മാറ്റം വരുത്തേണ്ടവർ, അതിനെ തടയിടേണ്ടവർ അവരൊന്നും ഇതിൽ നടപടിയുണ്ടായിട്ടില്ല, ഇടപെടലുണ്ടായിട്ടില്ല. എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന സമയത്ത് സുരക്ഷാ ഓഡിറ്റുകൾ സ്കൂളുകളിൽ നടക്കും. സുരക്ഷാ ഓഡിറ്റുകൾ സ്കൂളുകളിൽ നടക്കുമ്പോൾ അവിടെയുള്ള പ്രത്യേക സമിതികൾ ചേരണം. അതിൽ പോലീസ് മുതൽ ഇലക്ട്രിസിറ്റി വകുപ്പ് വരെയുള്ള അല്ലെങ്കിൽ ഫയർഫോഴ്സ് വരെയുള്ള എല്ലാത്തരം സംവിധാനങ്ങളുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അതിൽ പങ്കെടുക്കണം. ആ സ്കൂളിന്റെ പരിസരത്തുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കണം. അവർ പങ്കെടുത്ത് ആ സ്കൂളിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന അനുകൂല സാഹചര്യമാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അവിടെ സുരക്ഷാ പരിശോധനകൾ നടത്തണം. ഏതെങ്കിലും ഒരു കെട്ടിടം അപകടാവസ്ഥയിലുണ്ടോ, കെട്ടിടത്തിലെ ഒരു ചെറിയ സൈക്കോലെങ്കിലും അപകടാവസ്ഥയിലുണ്ടോ അതുപോലും പരിശോധിക്കണം. അതുപോലും പരിശോധിച്ച് മാത്രമേ വർഷാവർഷം സ്കൂൾ തുറക്കുമ്പോൾ അതിന്റെ ഫിറ്റ്നസ് ഉറപ്പിക്കാൻ പാടൂ. അങ്ങനെ ഒരു പരിശോധന പോലും നടത്താതെ സ്കൂളിൽ എത്തിയെന്ന് പോലും സംശയമാണ്. 7 വർഷം സ്കൂളിന്റെ ഫിറ്റ്നസ് കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി അത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ തലയിലേക്ക് ഇട്ടു. അദ്ദേഹമാണ് അനുമതി കൊടുത്തത്. അദ്ദേഹം ഇടതു സംഘടനാ നേതാവാണ് എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിക്കുന്ന നിലപാട്. പക്ഷേ അവിടെ ഒരു പരിശോധന ഉണ്ടായില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവിടുത്തെ പഞ്ചായത്ത് അത് ക്ലോസ് ചെക്ക് ചെയ്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് വലിയ വീഴ്ചയാണെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഒടുവിൽ ഇപ്പോഴിതാ ആ വീഴ്ചകളുടെയൊക്കെ പരിണിത ഫലമായി തന്നെയാണ് ഈ കുട്ടിന്റെ ജീവൻ നഷ്ടമായത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തതാണ്. ആ വീഴ്ചകളുടെ ഒടുവിൽ ജീവൻ നഷ്ടമായ 13-കാരൻ ഒടുവിൽ സ്വന്തം വീട്ടുകാർക്ക് അഗ്നിക്ക് സമർപ്പിക്കേണ്ടി വരുന്നു. ഇനി ഈ കാര്യത്തിൽ ഈ കുട്ടി ഇത്രയും വർഷം 13 വർഷം ലാളിച്ചു വളർത്തിയ മകനില്ല. അവന്റെ ഓർമ്മകൾ മാത്രം ആ കുടുംബത്തിൽ ബാക്കിയാണ്. അപ്പോഴും ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം വരും ദിവസങ്ങളിൽ തേടുക തന്നെ വേണം. എന്തായാലും ഈ സംസ്കാര ചടങ്ങുകൾ ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കർമ്മങ്ങൾ, അത് ആചാരപ്രകമുള്ള കർമ്മങ്ങൾ അത് നിർവഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണുകയും ചെയ്യാം. കുട്ടി ഇളയ സഹോദരൻ സുജിന്റെ ആണ് ചിതയ്ക്ക് തീ കൊളുത്തുക. ഇപ്പോൾ ചിതയിലേക്ക് വിറകിൻ കഷ്ണങ്ങളൊക്കെ പുറത്തു വെക്കുന്നുണ്ട്. ഇപ്പൊ സമയത്തിനുള്ളിൽ ചിതയ്ക്ക് തീ കൊളുത്തും. അതോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. ഇതിന്റെ ഭൗതിക ശരീരം സമർപ്പിക്കും. അതോടെ ഇന്നത്തെ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോഴും ഈ നമ്മൾ ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറയേണ്ടി വരും, അല്ലെങ്കിൽ ആവർത്തിച്ച് ഓർക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മുതൽ ഈ തളിച്ചുകുടി ഒരു വലിയ ജനാവലിയുണ്ട്. അത് ഇപ്പോൾ ഈ പറയുന്ന വീടിന്റെ പരിസരത്തുള്ളവർ മാത്രമല്ല, ഈ സേവനക്കര എന്ന് പറയുന്ന ചെറിയ ഇട്ടാവട്ടത്തിലുള്ളവർ മാത്രമല്ല, അവർ ഈ ജില്ലയിൽ നിന്ന് പുറത്തുനിന്ന് വന്നവർ പോലും. കാരണം ഈ വിവരം അറിഞ്ഞ് എന്റെ കുട്ടിയും സ്കൂളിൽ പഠിക്കുന്നതാണ്, എന്റെ കുട്ടിയും ഇതുപോലെ അപകടങ്ങളിൽ പെടാനുള്ള സാധ്യതയില്ലേ എന്നുള്ള ആശങ്കപ്പെട്ട് വരുന്നവരുണ്ട്. സർക്കാർ സ്കൂളുകൾ സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാനുള്ള സ്ഥലം തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. കാരണം പണമുള്ളവരാണെങ്കിൽ അത് സ്വകാര്യ സ്കൂളുകളിലേക്ക് പഠിക്കാൻ കുട്ടികളെ അയക്കും. അവിടെ
കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളുണ്ട് എന്നുള്ള ധാരണയിൽ അവർ അങ്ങോട്ടായിരിക്കും. സർക്കാർ സ്കൂളുകളുടെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് എപ്പോഴും എക്കാലത്തും എല്ലാ തവണയും ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷെ അതിൽ കൃത്യമായൊരു നടപടിയോ ഇടപെടലോ ഇക്കാലം വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിനുള്ള വീഴ്ചകൾ പരിഹരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ സർക്കാർ സ്കൂളിൽ അയച്ചിരിക്കുന്ന മക്കളുടെ അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഇങ്ങനെ ആശങ്കപ്പെട്ട് അവരിവിടേക്ക് എത്തിച്ചേരുന്ന സാഹചര്യമുണ്ട്. കാരണം ചിലർ പറയുന്നൊരു കാര്യമുണ്ട്, കുട്ടി എനിക്കറിയില്ല, പക്ഷെ വാർത്ത അറിഞ്ഞ് വന്നതാണ്, ആ മോനെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്റെ കുട്ടിയും സ്കൂളിൽ പഠിക്കുന്നതാണ്, സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അപകടം നാളെ അവനുണ്ടായാൽ എനിക്കെന്ത് പറയാൻ കഴിയും, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഓർത്തുകൊണ്ടാണ് താൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ സമാനമായിട്ടുള്ള ഒരു ഐക്യപ്പെടലുണ്ട്. ഈ കുട്ടിയുടെ മരണത്തിലുണ്ടായിട്ടുള്ള ഒരു വേദന അത് ഈ നാടിന്റെ മുഴുവൻ വേദനയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയധികം ആളുകൾ രാവിലെ 10 മണിക്ക് ഈ മൃതദേഹം അവിടെ മോർച്ചറിൽ നിന്ന് പുറത്തെടുക്കുന്നത് മുതൽ തടിച്ചുകൂടുന്ന ഒരു വലിയ ജനാവലിയുണ്ട്. ആ ജനാവലി എല്ലായിടത്തും ഉണ്ട്. ഇതിന്റെ വീട്ടിലുണ്ട്, അത് റോഡിലുണ്ട്, ഇതിൽ പഠിച്ച സ്കൂളിലുണ്ട്. ഇപ്പോഴും അവിടെയൊക്കെ ആളുകൾ എത്തുന്നുണ്ട്. ഈ പറയുന്ന സംഭവ സ്ഥലം നടന്ന സ്ഥലം നോക്കി കാണുന്നുണ്ട്. അവിടെ അനാസ്ഥയുടെ നിത്യസ്മാരകമായി ആ തൂങ്ങിക്കിടക്കുന്ന ആ വൈദ്യുതി ലൈനുകൾ അത് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ അവസാനം ആ മൃതദേഹവുമായി ഇതിന്റെ മൃതദേഹം അവിടെ നിന്ന് പുറത്തിറങ്ങുന്നവരെ എന്തായാലും അത് നീക്കം ചെയ്തിട്ടില്ല. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് നീക്കം ചെയ്യുമെന്നുള്ള ഒരു അറിയിപ്പൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊരു നടപടിക്രമമായി മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നേരിടുന്ന പ്രശ്നം. അങ്ങനെ അവിടെ ഒരുപാട് പേർ വന്നിരുന്നു. അവർ പറഞ്ഞത് ഇത് തന്നെയാണ്, ഇതുപോലെയുള്ള കുട്ടികൾ സുരക്ഷിതമായി തുടരുന്ന ആവശ്യകതയുണ്ട്. അതിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അതിൽ നടപടികൾ സ്വീകരിക്കാനും എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മിസ്സിനെ കാണാൻ വേണ്ടി ഒഴുകിയെത്തിയ വലിയൊരു ജനക്കൂട്ടം, വലിയൊരു ജനാവലി അവർ ഇപ്പോഴും ഇവിടെയുണ്ട്, ഇവിടെ തടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ കുട്ടിയെ ഇപ്പോൾ സ്ഥിതിയിൽ അഗ്നി പകർന്നിരിക്കുകയാണ്. സഹോദരൻ സുജിൻ ആണ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അല്ലെങ്കിൽ ആ കുട്ടിയും മറ്റു കുട്ടികളുമുണ്ട്, സഹോദരന്റെ ഒക്കെ മക്കളാണെന്ന് തോന്നുന്നു. അവരും ചേർന്ന് ഇപ്പോൾ ഈ സ്ഥിതിയിൽ അഗ്നി പകർന്നിരിക്കുകയാണ്. അങ്ങനെ സ്വന്തം വീട്ടുകാർ അവർ ഇനി ഇല്ല, ഇതിന്റെ ശരീരം അത് ഇപ്പീറ്റ് സമർപ്പിച്ചിരിക്കുന്നു. ഇനി ആ കുടുംബത്തിനും ആ അമ്മയ്ക്കും ആ സഹോദരനും ഒക്കെ ആശയനിശ്ചയുള്ള ഓർമ്മകൾ മാത്രമായി മിഥിൽ അവസാനിക്കുകയാണ്. വലിയ പ്രതീക്ഷകളോടെ വളർത്തിയൊരു കുഞ്ഞ്, ആ കുഞ്ഞിനൊടുവിൽ സ്വന്തം സഹോദരൻ തന്നെ തിരികെ ജീവിക്കേണ്ട ഒരു സാഹചര്യം. അങ്ങനെ ഒരു ഇതിലേക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ കുടുംബത്തിനെ തള്ളിവിട്ട അനാസ്ഥ നിറഞ്ഞ ഒരു സംവിധാനത്തിന്റെ പോരായ്മകൾ അതൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ ചർച്ച ചെയ്തേ മതിയാകും. ചോദ്യങ്ങൾ ഉയർത്തിയേ മതിയാകൂ. ഇത്രയും നേരം ചോദ്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നിർത്തിവെച്ചത് ആ കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിക്കൊള്ളട്ടെ എന്നുള്ളത് കൊണ്ടാണ്. കാരണം അത്ര വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു സ്കൂൾ കെട്ടിടത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത വിഷയങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് കുറ്റകാര്യസ്ഥത എന്നല്ലാതെ അതിനെ പറയാൻ കഴിയില്ല. ഈ മൃതദേഹത്തിൽ ഒരു കുടുംബത്തിൽ ഇളയ സഹോദരൻ സഹോദരന്റെ ചിതയ്ക്ക്, അത് 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ചിതയ്ക്ക് തീ കൊളുത്തേണ്ടി വരുന്ന ദുഃഖകരമായ ഒരു സാഹചര്യം. ആ കുടുംബത്തിന്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എല്ലാ കാലത്തും ഒരു മുറിവായി അത് ഇതിനുണ്ടാകും. ഇതിന്റെ ഓർമ്മകൾ ഉണ്ടാകും. ആ ഓർമ്മകളിൽ അവർക്ക് ജീവിക്കേണ്ടി വരും. കാരണം 13 വയസ്സ് വരെ ലാളിച്ചും സ്നേഹിച്ചും വളർത്തിയ കുഞ്ഞിനെ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാകുന്നു. ഒരു ഫോൺ കോളിനപ്പുറത്ത് ആ വിവരം അറിയേണ്ടി വരുന്ന ഒരു അമ്മയുണ്ട്. ആ അമ്മയ്ക്ക് ജീവൻ നഷ്ടമായ മകന്റെ ശേഷം ആ മകന്റെ മുഖം കാണാൻ മിനിറ്റുകൾ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ വല്ലോ ഒന്നും പറയാൻ കഴിയില്ല. അത്ര പോലും സമയം മാത്രമാണ് ഇവിടെ നിന്ന് പോയ അമ്മയ്ക്ക് പിന്നീട് തിരിച്ചു വരുമ്പോൾ ആ കുഞ്ഞിന്റെ മുഖമെങ്കിലും ഒന്ന് കാണാൻ കഴിയുന്നത് എന്നുള്ളത് നമ്മൾ ഒരു കാരണവശാലും മറക്കരുത്. കാരണം മറ്റൊരു രാജ്യത്ത് എന്റെ മക്കളെ വളർത്തി വലുതാക്കി നല്ല നിലയിൽ എത്തിക്കാനുള്ള ലക്ഷ്യവുമായി പോയതാണ്. അവിടെ ജോലി ചെയ്ത് മക്കളുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ കാര്യങ്ങളടക്കം നിർവഹിക്കാനുള്ള ലക്ഷ്യവുമായി പോയതാണ്. പക്ഷേ അവിടെ എത്തി ഈ പറയുന്ന രീതിയിൽ ജോലി ആരംഭിക്കുന്നു, ജോലിയിൽ കൂടുന്നു. പിന്നെ മക്കളെ കാണുന്നില്ല, നേരിട്ട് കാണുന്നില്ല. ഫോൺ കോളിലോ വീഡിയോ കോളിലോ എല്ലാം ഒക്കെ ആയിരിക്കും മക്കളുടെ മുഖം ഒന്ന് കാണുന്നത്. ആ അമ്മ അറിയുന്നതോട് ഇനി ഒരിക്കലും തന്റെ മകൻ തനിക്ക് മുന്നിൽ കണ്ണ് തുറക്കില്ല എന്നുള്ളതാണ്. കണ്ണ് തുറക്കാത്ത ലോകത്തേക്ക് അവൻ യാത്രയായി എന്നുള്ളതാണ്. ഒടുവിൽ അവന്റെ സംസ്കാര ചടങ്ങുകളിൽ മാത്രം പങ്കെടുക്കേണ്ട ഒരു ഗതികേട് ആ അമ്മയ്ക്ക് വന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. അങ്ങനെ ആ കുടുംബത്തിന്റെ എന്നും അവശേഷിക്കുന്ന ഒരു വിങ്ങലായി, ഒരു മുറിവായി